Watch India's largest kids library only on Jio Hotstar. Download the app now. ഫുർഫുറി നഗരത്തിലെ കുട്ടികളെ, നിങ്ങൾക്കെല്ലാവർക്കും എന്റെ ഹാപ്പി ചിൽഡ്രൻസ് ഡേ. ഇന്ന് ഈ അവസരത്തിൽ കുട്ടികളുടെ എന്റർടൈൻമെന്റിനായി ഒരുപാട് സ്റ്റാളുകൾ തുറന്നിട്ടുണ്ട്. എല്ലാവരുടെയും സഹകരണം കാരണം ഞങ്ങൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ട്. ആരുടെ സ്റ്റാളാണോ കുട്ടികൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നത്, എവിടെയാണോ കൂടുതൽ കുട്ടികൾക്ക് സന്തോഷമുണ്ടാകുന്നത്, ആ സ്റ്റാളിന്റെ ഓണറിനെ ബെസ്റ്റ് സിറ്റിസൺ ഓഫ് ഫുർഫുറി നഗർ എന്ന അവാർഡ് കൊടുത്തിരിക്കും. ഡോക്ടർ ചട്ക, സ്റ്റാൾ ഇടുന്നതിൽ എനിക്ക് 20 കൊല്ലത്തെ അനുഭവം കേട്ടോ. കണ്ടോളൂ, ബെസ്റ്റ് സിറ്റിസൺ നമ്മൾ തന്നെയായിരിക്കും. ആരൊക്കെ ബെസ്റ്റ് സിറ്റിസൺ ആയാലും ശരി, മോട്ടുവനെയും പത്തുലവനെയും ബെസ്റ്റ് സിറ്റിസണുള്ള അവാർഡ് കിട്ടുവാൻ ഞാൻ ഒരിക്കലും അനുവദിക്കുകയില്ല. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഒരു അപകടകരമായ ഐഡിയ തോന്നുന്നുണ്ട്. നീ വാങ്ങിച്ചോ? അങ്കിളെ അങ്കിളേ, എനിക്കൊരു ബലൂണ് തരാമോ? അത് പിന്നെ അങ്കിളെ, ആ റെഡ് തരാമോ? വേണ്ട, ആ ഗ്രീൻ മതി, ആ ഗ്രീൻ കളർ മതി. എടാ മോനെ, നിനക്ക് റെഡും ഗ്രീനും രണ്ടും തരാമടാ. പക്ഷേ നീ കുറച്ചു നേരം വെയിറ്റ് ചെയ്തേ പറ്റൂ. ഞങ്ങളുടെ കയ്യിൽ ഒരുപാടുണ്ടടാ മോനെ, എല്ലാവർക്കും കിട്ടും. ഓരോരുത്തർക്കായിട്ടും ഞാൻ തരും, പേടിക്കണ്ടതേ. നിക്ക്. പറ്റില്ല അങ്കിളെ, എനിക്ക് ഇപ്പൊ തന്നെ വേണം. എനിക്ക് എന്റെ ബലൂൺ ഇപ്പൊ തന്നെ കിട്ടണം. ബലൂൺ ബലൂൺ ബലൂൺ. അല്ല അങ്കിളെ, ഈ താഴെ കാണുന്നത് പുല്ലാണ്. പത്തിലോ, എനിക്ക് താഴെ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ. പക്ഷേ ഇതെന്താണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ഭൂമിയിൽ നിന്ന് ഞാനും എന്നിൽ നിന്ന് ഭൂമിയും ദൂരെ ദൂരെ പോവുകയാണല്ലോ. എന്റെ മോട്ടു, നീ ഒന്ന് മുകളിലേക്ക് നോക്ക്, എങ്ങനെയാണ് പറക്കുന്നതെന്ന്. കണ്ടില്ലേ, ബലൂൺ കച്ചവടക്കാരൻ ബലൂണും കൊണ്ട് ആകാശത്തേക്ക് പറന്നുയരുന്നത്. പത്തിലോ, എന്നെ രക്ഷിക്കണേ. അങ്കിൾ എത്ര ഭംഗിയായിട്ട് പറക്കുന്നേ. അങ്കിൾ പറക്കുക മാത്രമല്ല, ഡാൻസ് ചെയ്യുകയും ചെയ്യുന്നു. മോട്ടവനങ്ങനെ ബലൂണിന്റെ ആവശ്യമൊന്നുമില്ല. അവന്റെ ഫയർ കണ്ടെത്താൻ അറിയാമല്ലേ ബലൂൺ പോലെയാ ഇരിക്കുന്നത്. ഒരു കൈ തന്നേ. ഗ്രേറ്റ് അങ്കിൾ, ഗ്രേറ്റ്. അങ്കിൾ, നിങ്ങൾ എത്ര നന്നായിട്ടാ പറഞ്ഞത്. ഒരു തവണ കൂടി ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് പറക്കാമോ? പ്ലീസ് 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 പ്ലീസ്. നല്ല രസമുണ്ടായിരുന്നു പറക്കുന്നത് കാണാൻ. അവരൊക്കെ സന്തോഷമാണ് പോലെ സന്തോഷം. ഇവിടെ എന്റെ നടുവൊടിഞ്ഞ എല്ല് പുറത്ത് കാണാറായി. സകല വള്ളി ഞാൻ നേരിട്ട് പിടിക്കുവാണല്ലോ. കൊള്ളാം ബോസ്, കൊള്ളാം. എന്ത് നല്ല കവിതയാ പറഞ്ഞത്. മനുഷ്യന്റെ നടുപൊടിഞ്ഞ് നിൽക്കുമ്പോഴാണ് കവിത. എപ്പോ നോക്കിയാലും നിന്റെ ഒരു കവിത. നിന്നെ ഞാൻ കവിത പഠിപ്പിക്കാം. മോട്ടു, നീ കുഴപ്പമൊന്നുമില്ലാതെ താഴെ എത്തി, അതെന്തായാലും നന്നായി. ഇനി നമുക്ക് ബലൂണ് വിട്ടിട്ട് വേറെന്തെങ്കിലും സ്റ്റാള് തുടങ്ങിയാലോ? എന്ത് ഭംഗിയാ കാണാൻ, സ്നോബോൾ പോലെയുണ്ട്. താങ്ക് യു മോട്ടു പത്ലു അങ്കിൾ. ഇങ്ങനെ പോപ്കോൺ ഞങ്ങൾ ഒരിക്കലും കഴിച്ചിട്ടേ ഇല്ല. ഇല്ല, ഞാനത് അനുവദിക്കില്ല.
മനസ്സിലായില്ല. ഞാനിവിടെ മോട്ടുവിനെ പത്തിരവനെ സ്റ്റോള് തകർക്കാൻ വേണ്ടി ഓരോ പദ്ധതികൾ ആസൂത്രണം ചെയ്യുമ്പോൾ അവന്മാര് കുട്ടികളെ സന്തോഷിപ്പിച്ചോണ്ടിരിക്കുക. ബ്ലഡി ഫൂൾ. എന്റെ പൈശാചിക ബുദ്ധിയിൽ ഉദിച്ച അപകടകരമായ ഐഡിയ ആണ് ഇവിടെ തകർന്നു പോയിരിക്കുന്നത്. ഇങ്ങനെ പോയാൽ ഇവന്മാരായിരിക്കും ഈ ഫുർഫ്രി നഗരത്തിലെ ബെസ്റ്റ് സിറ്റിസൺമാരാവുക. ബോസ് ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ. മോട്ടുവും പത്ലുവും ബെസ്റ്റ് സിറ്റിസൺ ആയിക്കോട്ടെ. നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള ഭാഗ്യം ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. പിന്നെന്തിനാ വെറുതെ അവരുമായിട്ട്? അല്ല, ഞാൻ പറഞ്ഞു വന്നതെന്നാന്ന് വെച്ചാ നിങ്ങൾക്ക് ബെസ്റ്റ് ഡോൺ അല്ലേ ആകേണ്ടത്. ബെസ്റ്റ് സിറ്റിസൺ ആയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? എനിക്ക് അങ്ങനെ പെട്ടെന്നൊന്നും ആകണ്ടേ. പഴമക്കാര് പറയാറുണ്ട്, കൊയ്യത്തെന്നാൽ പനയും തിന്നാമെന്ന്. ഈ ചൂടായിരിക്കട്ടോ. എല്ലാ പ്രാവശ്യവും തോക്കുന്നവരോ? ഇവൻ നന്നായിട്ട് തള്ളുന്നുണ്ട് കേട്ടോ. നമ്പർ 1, ഇവരെ മൂലക്കെങ്ങാനും കൊണ്ടുപോയി എല്ലാം പറഞ്ഞൊന്ന് മനസ്സിലാക്ക്. എന്റെ അത്തിപ്പാറ ഹമ്മറ്റിയെ, ഹോയ് മോട്ടു പത്ലു, എന്റെ ചങ്കുകളെ, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? നിങ്ങൾ ഇവിടെ സ്റ്റോൾ ഇട്ടിരിക്കുന്നത് തന്നെ കുട്ടികളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയല്ലേ? എന്നിട്ടും എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? നമുക്കത് കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് മാത്രം എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്? ഡോക്ടർ ജഡ്ക, സ്കൂളിലൊന്നും പോയി ഞങ്ങൾ കൂടുതലൊന്നും പഠിച്ചിട്ടില്ല. അതുകൊണ്ടായിരിക്കാം ഇങ്ങനെ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. ഓരോ പ്രാവശ്യം ചെയ്യുന്ന ജോലിയിലും എന്തൊക്കെയോ പ്രശ്നങ്ങൾ ഉണ്ടാവുക. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ തൽക്കാലം സ്റ്റോൾ ഇടുന്നത് നിർത്തിക്കോളൂ. എന്നിട്ട് വേറെന്തെങ്കിലും ആലോചിക്കൂ. പത്തുലു, വെറും വയറ്റിൽ എന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? അതുകൊണ്ട് നീ തന്നെ എന്തെങ്കിലും ഒന്ന് ആലോചിക്കൂ. ഐഡിയ. മോട്ടു, ഇനി നമ്മൾ സ്റ്റോൾ അല്ല ഇടാൻ പോകുന്നത്. ഇനി ഇവിടെ ഇടുന്നത് ഹോട്ട് എയർ ബലൂണിന്റെ സവാരിയാണ് ഇടാൻ പോകുന്നേ. പൊളിച്ചേ പത്തുലു, എന്നാ പിന്നെ അത് തന്നെ ആയിക്കളയാം. കുട്ടികളെ, ഇനി കളിയും ചിരിയും ഒക്കെ മതിയായിക്കോളൂ. ഇനി നിങ്ങളെല്ലാവരും ഞങ്ങൾ ഈ വലിയ ബലൂണിൽ സവാരി ചെയ്യുവാൻ കൊണ്ടുപോവുകയാണ്. വരൂ മക്കളെ. ഇത്തവണ നിങ്ങൾ ഇരുന്നിട്ടാണോ ബലൂണിൽ പറക്കാൻ പോകുന്നത്? നല്ല രസമായിരിക്കും കാണാൻ. കുട്ടികളെ, നിങ്ങളൊക്കെ റെഡിയല്ലേ? ആദ്യം കുട്ടികൾ ഇതിൽ കയറി സവാരി പോവാം. എന്നിട്ടാവാം മുതിർന്നവർ സവാരി പോകുന്നത്. നിൽക്കൂ, എല്ലാവരും ലൈനായി നിന്നിട്ട് ബലൂണിലേക്ക് കയറൂ. അങ്കിൾ അങ്കിൾ അങ്കിൾ, ബലൂൺ പറക്കുന്നു അങ്കിൾ. ഞങ്ങൾക്ക് പേടിയാവുന്നു അങ്കിൾ. പ്ലീസ് പ്ലീസ് പ്ലീസ്, ഞങ്ങളെ രക്ഷിക്കൂ അങ്കിൾ. ഞങ്ങൾക്ക് പേടിയാവുന്നു. മക്കളെ, നിങ്ങൾ പേടിക്കേണ്ട, ഞങ്ങളിത് എത്തിപ്പോയി. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം പിടിച്ചു നിന്നോളൂ. മോട്ടു, ദേ അവിടെ, വേഗം. കുട്ടികളെ പേടിക്കേണ്ട ഒരാവശ്യമില്ല. ഞങ്ങളിവിടെ എത്തിയില്ലേ. അങ്കിൾ അങ്കിൾ, ഇത്തവണയും നിങ്ങൾ കലക്കി. ഐ എം പ്രൗഡ് ഓഫ് യു മോട്ടു പത്ലു. വീണ്ടും ഒരിക്കൽ കൂടി നിങ്ങൾ ബുദ്ധിമാന്മാരും അധ്വാനശീലരുമാണെന്ന് തെളിയിച്ചിരിക്കുന്നു. കുട്ടികളെ, മേളയുടെ സമയം കഴിഞ്ഞിരിക്കുന്നു. പിന്നെ സമയവും ഒരുപാടായി. ബലൂൺ റൈഡ് അടുത്ത പ്രാവശ്യത്തേക്ക് ആയിക്കോളൂ. ഇനിയാണ് ബെസ്റ്റ് സിറ്റിസൺ അവാർഡ് പ്രഖ്യാപിക്കാൻ പോകുന്നത്. കുട്ടികളെ, ഇന്നത്തെ ദിവസം നിങ്ങളുടേതാണ്. അതുകൊണ്ട് നിങ്ങൾ തന്നെ പറയൂ, ആരുടെ സ്റ്റാളാണ് നന്നായിരുന്നതെന്ന്. മോട്ടു പത്ലു അങ്കിൾ, മോട്ടു പത്ലു അങ്കിൾ. വെരി ഗുഡ്. കുട്ടികൾ മോട്ടു പത്ലുവിനെ വിന്നറായി പ്രഖ്യാപിച്ചിരിക്കുന്നു. ഇന്നത്തെ ഫസ്റ്റ് പ്രൈസ് വിന്നറാണ് മോട്ടു പത്ലു. മോട്ടു പത്ലുവിനെ ബെസ്റ്റ് സിറ്റിസൺ ഓഫ് ഇയർ അവാർഡ് നൽകി ആദരിക്കുന്നു. മോട്ടു പത്ലു, മോട്ടു പത്ലു, മോട്ടു.
എന്റെ അമ്മോ, ഇവിടെ ഏതൊരു കുട്ടി കരയുന്നുണ്ടല്ലോ. എവിടെയാണ് ആ കുട്ടി? കുട്ടി ചിരിച്ചുകൊണ്ട് വേണം കരയാൻ, കരഞ്ഞു കരഞ്ഞു വേണം ചിരിക്കാൻ. ദാ ഇങ്ങനെ. മോട്ടും പത്ലു എപ്പോഴും ജയിക്കുന്നു. ഞാൻ ഓരോ തവണയും ഓരോ പ്ലാൻ ഇടുന്നു, പക്ഷെ അതെല്ലാം പൊളിഞ്ഞു പോവുകയാണ്. ഇവന്മാർക്ക് മാത്രം എന്താ ഇങ്ങനെ വിജയം കൈവരിക്കാൻ പറ്റുന്നത്? ഇനി ഞാൻ ഇവിടെ ഒരു നിമിഷം പോലും നിൽക്കത്തില്ല. അങ്ങനെ മോട്ടുവിന് പത്ലുവിന് മാത്രം ജയ് വിളിച്ചാൽ പോരല്ലോ. ഇപ്പൊ കാണിച്ചു തരാം ജോൺ ആരാണെന്ന്. ഞാൻ ഇവിടുന്ന് പോവുകയാണ്. ബോസ് ബോസ്, നിങ്ങളില്ലാതെ ഞങ്ങൾ ഇവിടെ എന്ത് ചെയ്യാനാ? ഞങ്ങളെ നിങ്ങളുടെ കൂടെ കൊണ്ടുപോ ബോസ്. ബോസ് ബോസ്, ഞങ്ങളെ ഒന്ന് ഉള്ളിലോട്ട് വലിക്കും ബോസ്. ഞങ്ങൾക്ക് പേടിയാകുന്നു ബോസ്. മക്കളെ, മോട്ടോ പത്ലു പിന്നെ അങ്ങനെ തന്നെ ആയിരിക്കുന്നു. Watch India's largest kids library only on Geo Hotstar. Download the app now.